மண்ணே நம்பியிலேயா மரமிருக்கு, மரத்தே நம்பியிலேயா மண்ணிருக்கு, மரத்தே நம்பியிலேயா கொம்பிருக்கு. ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 2ാമത്തെ ഭാഗത്തിലെ 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നെക്സ്റ്റ് 8ാമത്തെ ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്ററിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്നുള്ള കൃതിയിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പാഠം തുടങ്ങുന്നത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും എന്ന് തുടങ്ങുന്ന ആ വരികളുള്ള ആ കവിത ഉദ്ധരിച്ചുകൊണ്ട് പാഠഭാഗം തുടങ്ങുന്നു. അപ്പോൾ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ് എന്നത് മലയാള സാഹിത്യ വിഭാഗത്തിൽ ചോദിക്കാം. അത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയാണ്. ഓക്കെ, പാഠഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരള ഭൂപ്രകൃതിയുടെ ഒരു ഭൂപടം തന്നുകൊണ്ട് എവിടെയാണ് മലനാട്, എവിടെയാണ് ഇടനാട്, എവിടെയാണ് തീരപ്രദേശം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, എന്താണ് മലനാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലുള്ള ഭൂപ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മലനാട്. ഓക്കെ, അതേപോലെ തന്നെ ഇടനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. നെക്സ്റ്റ് അടുത്ത കാര്യം, സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്ററിന് താഴെ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? തീരപ്രദേശം. എങ്ങനെയൊക്കെ ഹൈറ്റുകൾ? 75 മീറ്ററിന് മുകളിൽ, 7 മീറ്റർ ടു 75 മീറ്റർ, 7 മീറ്ററിന് താഴെ. ഓക്കെ, ചിത്രം നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ സൂചികയിൽ കൊടുത്തിട്ടുള്ള പച്ച മലനാടിനെയും അതേപോലെ തന്നെ ചുവപ്പ് ഇടനാടിനെയും നീല തീരപ്രദേശത്തെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആ രീതിയിൽ മനസ്സിലാക്കിയുള്ള സൂചികയിൽ ചെറിയ വ്യത്യാസം കാണാം. നെക്സ്റ്റ് അടുത്ത കാര്യം, കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെ എന്ന രീതിയിലൊരു ചോദ്യം കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാ? മലനാട്, ഇടനാട്, തീരപ്രദേശം ആണല്ലോ. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്താണ്? അങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ എന്താ? മലനാടിൻ്റെ ഉയരം 75 മീറ്ററിന് മുകളിൽ, ഇടനാട് 7 ടു 75 മീറ്റർ, തീരപ്രദേശം 7 മീറ്ററിന് താഴെ. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം മനസ്സിലാക്കി വെക്കേണ്ടത്, ലക്ഷദ്വീപ് കടൽ എന്ന് പറയുമ്പോൾ അറബിക്കടൽ തന്നെയാണോ? അതായത് അറബിക്കടലിലാണ് ലക്ഷദ്വീപൻ ദ്വീപസമൂഹം ഉള്ളത്. ആ ലക്ഷദ്വീപൻ ദ്വീപസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടലിനെ നമുക്ക് ലക്ഷദ്വീപ് കടൽ എന്ന് വിളിക്കാം. അതോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയുക നിങ്ങൾ? തീരപ്രദേശമാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. നെക്സ്റ്റ്, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കാണാമല്ലോ നിങ്ങൾക്ക്. കർണാടക എവിടെയെന്ന് കാണാം, തമിഴ്നാട് എവിടെയെന്ന് കാണാം. അതോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? യെസ്, അത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായുള്ള മലനാടൊക്കെ ആണല്ലേ. നെക്സ്റ്റ്, പാഠപുസ്തകത്തിൽ മൺസൂണിനെ കുറിച്ച് ഒരു ഭാഗം പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് മൺസൂൺ കാറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ പേരാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. നിങ്ങൾക്കൊന്ന് വരച്ച് പരിചയപ്പെടുത്തി തരികയാണെങ്കിൽ, ഈ രീതിയിൽ വരുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്? ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? കാലവർഷം എന്ന് മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് അടുത്തായിട്ട് അടുത്തൊരു മൺസൂൺ കാലഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. ആ സമയത്ത് മൺസൂണിൻ്റെ ദിശ എന്ന് പറയുന്നത് ഞാൻ ഈ വരച്ചതുപോലെ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ കാറ്റ് അറിയപ്പെടുന്ന പേരാണെന്ത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തിലൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അതേപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ രണ്ടായി തരംതിരിക്കാം.
ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇത് അനുഭവപ്പെടുന്ന മാസങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജൂൺ ടു സെപ്റ്റംബർ ആണ്. ജൂൺ ടു സെപ്റ്റംബർ ആണ്. നെക്സ്റ്റ് അടുത്ത മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. അത് അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നെക്സ്റ്റ് അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ ഇങ്ങനൊരു കേരളത്തിലെ കാലാവസ്ഥ എന്നൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അതേപോലെ തന്നെ തുലാവർഷം. ഈ രീതിയിൽ 2 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ് എന്നൊരു ഫാക്റ്റ് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് മാസം വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തായിട്ട് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. അതേപോലെ തന്നെ മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല എന്ന രീതിയിൽ ഒരു കവിതാഭാഗം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കവിതാഭാഗം ഒന്ന് പരിചയപ്പെട്ട് പോയിക്കൂടാം. പാഠപുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൃതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഓക്കെ, ആരുടെ കൃതിയാണെന്ന് ചോദിക്കാം. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് അടുത്ത കാര്യം, മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന രീതിയിൽ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഭൂപ്രകൃതിയാണ്. നെക്സ്റ്റ് കാലാവസ്ഥ. നെക്സ്റ്റ് ഘടന, പാറയുടെ ഘടന. നെക്സ്റ്റ് കാലപ്പഴക്കം. നെക്സ്റ്റ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം. ഇവ മണ്ണ് രൂപം കൊള്ളലിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയം 1000-ലധികം വർഷങ്ങളാണ്. 1 ഇഞ്ച് മണ്ണ് രൂപം കൊള്ളാൻ 1000-ലധികം വർഷങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് കാര്യം, ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. ഡിസംബർ 5 എന്താ? ലോക മണ്ണ് സംരക്ഷണ ദിനം. ഓർത്ത് വെച്ചോളണേ. നെക്സ്റ്റ് കുറച്ച് പദ്ധതികളും അത് ആരാണ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി ഓർത്ത് വെച്ചോളാം. അത് പദ്ധതിയിൽ ഒന്നാമത് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ് ഇത്, ഇനി ഞാൻ ഒഴുകട്ടെ. അതേപോലെ തന്നെ മാലിന്യമുക്തം നവകേരളം, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ്. നെക്സ്റ്റ് അടുത്ത പദ്ധതി തെളിനീരൊഴുകും നവകേരളം, അതും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ്. നെക്സ്റ്റ് ജൽ ജീവൻ മിഷൻ, അതാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഓക്കെ, ഹരിത കേരള മിഷന്റെ പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ, മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതേപോലെ തന്നെ തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെത്, അതേപോലെ തന്നെ ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. നെക്സ്റ്റ് അടുത്ത കാര്യം ആലോചിച്ച് വെക്കേണ്ടത്, ഓരോ പ്രദേശത്തെയും കൃഷി അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആ ഭാഗത്തുള്ള ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പ് എന്നുള്ള ഉയരം, ഇവയൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, കേരളത്തിലെ പ്രധാനമായിട്ടും തേയില കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളുടെ കാര്യം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെ പ്രദേശങ്ങളാണെന്നൊന്ന് പരിചയപ്പെട്ടു പോവുക. ഇടുക്കി ജില്ലയിലെ മൂന്നാറും പീരുമേടും. മൂന്നാർ, പീരുമേട്. വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി. അതേപോലെ തന്നെ തെക്ക് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി. ഈ കുന്നിൻ മുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് പാലക്കാട് ജില്ലയും അതേപോലെ തന്നെ കുട്ടനാടും. ഇവിടെയൊക്കെ വ്യാപകമായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട് എന്ന ഫാക്റ്റും കൂടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത കാര്യം, എന്തുകൊണ്ട് ഇടനാട്ടിൽ വിള വൈവിധ്യം ഉണ്ടാകുന്നു എന്നതിന് കാരണം അവിടെയുള്ള ഭൂപ്രകൃതിയും അതേപോലെ തന്നെ അവിടെയുള്ള മണ്ണിൻ്റെ സവിശേഷതകളുമാണ്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം
ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി കേരളത്തിലാണ് ചെയ്യുന്നത്. അടുത്ത കാര്യം, കുറച്ച് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് കവളപ്പാറയിൽ 2019 ഉരുൾപൊട്ടൽ നടന്ന കാര്യം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 2019 കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായത്. അതേപോലെ തന്നെ പെട്ടിമുടി ഉരുൾപൊട്ടൽ നടന്നത് 2020 അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും അതേപോലെ തന്നെ സംവിധാനങ്ങളും. ഓർത്ത് വെച്ചോളണേ. നെക്സ്റ്റ് അടുത്ത കാര്യം മിശ്രഭോജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഡേറ്റ് ആലോചിച്ച് വെക്കുക. 1917 മെയ് 29. ആരാണ് മിശ്രഭോജനം നടത്തിയത്? സഹോദരൻ കെ അയ്യപ്പനാണ്. അദ്ദേഹമാണ് സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപൻ. നെക്സ്റ്റ് മേൽമുണ്ട് സമരമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് വസ്ത്രധാരണാവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ആ ദീർഘകാല സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയത്തെക്കുറിച്ചൊരു ഭാഗം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് തിരുവിതാംകൂറിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാർക്കും 4-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ രീതിയിൽ സൗജന്യമാക്കിയിട്ടൊക്കെ തിരുവിതാംകൂർ സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാലും കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ആ രീതിയിൽ പ്രവേശനം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ദളിത് ബാലികയായിരുന്ന പഞ്ചമിയുടെ കൈപിടിച്ചിട്ട് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് അന്ന് പ്രവേശനം കൊടുക്കുന്നു. പക്ഷെ അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത കാര്യം, കുറച്ച് സാമൂഹ്യ അസമത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഫാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് സാമ്പത്തിക അസമത്വം ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുമാനത്തിലെ വ്യത്യാസം കാണാം, തൊഴിലില്ലായ്മ കാണാം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് കാണാം, കൂലി ശമ്പളത്തിലെ വ്യത്യാസം, ഇതൊക്കെ കാണാം. നെക്സ്റ്റ് അടുത്തായിട്ട് വിദ്യാഭ്യാസത്തിലെ അസമത്വം എന്തുകൊണ്ടൊക്കെ വരാം? അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണമാവാം. അതേപോലെ തന്നെ പരിമിതമല്ലാത്ത വിദ്യാഭ്യാസ അവസരങ്ങൾ കാരണമാവാം. നെക്സ്റ്റ് അടുത്ത കാര്യം, സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വത്തിന് കാരണം എന്തൊക്കെയായിരിക്കും? ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം അതിന് കാരണമാകാം. നെക്സ്റ്റ് സാമൂഹ്യ വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം, അതും സാമൂഹ്യ ഘടനകൾക്കുള്ളിലെ അസമത്വത്തിന് കാരണമാകാം. നെക്സ്റ്റ് ഭൂമിശാസ്ത്രപരമായ അസമാനതകൾക്ക് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം നോക്കാം. ഒന്ന് ഗ്രാമനഗര വ്യത്യാസമാണ്. നെക്സ്റ്റ് വിഭവങ്ങളുടെ ലഭ്യത കുറവാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ചരിത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് കോളനിവൽക്കരണം, അടുത്തായിട്ട് അടിമത്തം, നെക്സ്റ്റ് അടിച്ചമർത്തലുകൾ.
ഒരു പക്ഷേ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാം. ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് പരിചയപ്പെട്ട് പോയിക്കോളണേ. നെക്സ്റ്റ് അടുത്തായിട്ട് എന്താണ് സബ്സിഡി എന്ന രീതിയിൽ ഒരു കാര്യം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. എന്തൊക്കെയാവാം? ചിലപ്പോൾ സാമ്പത്തിക ആനുകൂല്യമാവാം, ചിലപ്പോൾ പിന്തുണയാവാം. ആര് കൊടുക്കുന്ന? സർക്കാരാണ് നൽകുന്നത്. പക്ഷെ നേരിട്ടോ അല്ലാതെ ഈ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രത്യക്ഷ സബ്സിഡി കാണാം, പരോക്ഷ സബ്സിഡി കാണാം. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.